ശക്തമായ മത്സരം നടക്കുന്ന കോഴിക്കോട് നോർത്ത്. തോട്ടത്തിൽ രവീന്ദ്രൻ, കെ ജയന്ത്, നവ്യ ഹരിദാസ്. വളരെ ജനകീയരാണ് കേട്ടോ. ഈ 3 പേരും ഓരോ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ആ മണ്ഡലത്തിൽ സജീവമാണ്. എങ്ങനെയാണ് തോട്ടത്തിൽ രവീന്ദ്രൻ ജനങ്ങളെ കാണുന്നത് എന്നുള്ളത് പലതവണ നമ്മൾ ചർച്ച ചെയ്തു. മേയർ എന്ന നിലയ്ക്കും വലിയ സ്വീകാര്യനായി. ആ കോഴിക്കോട് കോർപ്പറേഷനെ ഈ കോർപ്പറേഷനാക്കി മാറ്റിയ മേയർ. കോഴിക്കോടിന്റെ മേയർ എന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നത്, നോക്കൂ, ഏറ്റവും കൂടുതൽ കാലം കോർപ്പറേഷന്റെ മേയറായിട്ടിരുന്ന റെക്കോർഡുള്ള ആളാണ് തോട്ടത്തിൽ. ജയന്ത നാട്ടുകാരനാണ്. ജനിച്ചു വളർന്ന് പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. സൗഹൃദ അതെ. നവ്യ ഹരിദാസ് ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ആ പേര് കേൾക്കുന്നു. നവ്യ ഹരിദാസ് മാത്രമല്ല, ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ 22% വോട്ട് കഴിഞ്ഞ തവണ കൂടുതൽ പിടിക്കും. പേഴ്സണൽ അപ്പീൽ ഉണ്ട്, വോട്ട് അപ്പീൽ ഉള്ള ആളാണ്. അവിടെ ജനങ്ങളിൽ പോയി ഒരു വോട്ട് ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് നവ്യ ഹരിദാസ്. അവിടെ ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ട് എത്രയെന്നറിയോ? 29,730. അവിടെ നവ്യ ഹരിദാസ് എന്ന ഫാക്ടർ കൂടി വരുമ്പോൾ ചങ്കിടിക്കുന്നത് യഥാർത്ഥത്തിൽ ആർക്കാണ്? രണ്ടുപേർ കൂടി. പ്രായാധിക്യമൊക്കെ ഒരു ഘടകമാണ്. 5000 വോട്ടിന് ജയിക്കും. 6000 വോട്ടിന്റെ ലീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF. അതാ പറഞ്ഞ 5000 വോട്ടിന് ജയിക്കും. 10,000 വോട്ടെങ്കിലും തോട്ടത്തിൽ വിജയിച്ചിരിക്കും. ശരി, നോക്കാം. അവിടെ ശക്തമായ മണ്ഡലത്തിൽ മത്സരം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പോരാട്ടം എന്ന് പറയാം. നോക്കാം നമുക്ക്. LDF or UDF? തോട്ടത്തിൽ രവീന്ദ്രനോ ജയന്തോ നവ്യ ഹരിദാസോ? LDF or UDF? മണ്ഡലത്തിൽ നേരിട്ടുള്ള ഫൈറ്റ് LDF UDF. നവ്യ ഹരിദാസും ചെറിയ കാൻഡിഡേറ്റ് അല്ല. LDF or UDF സമാസമമാണ് കൊടുത്തിരിക്കുന്നത്. I believe തോട്ടത്തിൽ രവീന്ദ്രൻ. ഞാനും വിചാരിക്കുന്നത് തോട്ടത്തിൽ സാധ്യത കൂടുതൽ. സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ബലാബലമല്ല, ഇത് മാറ്റേണ്ടതാണ്. എനിക്കൊന്ന് LDFന് അനുകൂലമായ മണ്ഡലമാണ് കോഴിക്കോട്. പോട്ടെ, നമുക്ക് നവ്യക്ക് കിട്ടുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ബലാബലം വരുന്നു എന്ന് പറഞ്ഞാൽ 30,000 വോട്ട് BJPക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നവ്യ ഹരിദാസ് ചെറിയ വോട്ടറായി, ചെറിയൊരു നിങ്ങൾക്ക് ഈ CPM നേതാക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു CPM നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാം. സവർണ ഹിന്ദു വോട്ടുകൾ എന്നുള്ളത് അല്ലല്ല, കോഴിക്കോടിലെ സവർണ ഹിന്ദു വോട്ടുകൾ, നവ്യ പിടിക്കുന്ന ഹിന്ദു വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുക? പക്ഷേ തിരിച്ചൊരു കാര്യം കൂടിയുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വോട്ടുകളുണ്ടല്ലോ, കോൺഗ്രസിലേക്ക് പോകേണ്ട ചില വോട്ടുകളുണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്യും. തിരിച്ച് BJPയിലേക്ക് പോയാൽ അത് തോട്ടത്തിൽ ഗുണകരമാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ്. പക്ഷേ സ്റ്റിൽ സ്മൃതി പറഞ്ഞൊരു പോയിന്റ് ഇവിടെ വാലിഡ് ആണ്. അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ട് അവിടെ എല്ലാ ഫാക്ടറും നോക്കുന്ന സമയത്ത് ജയന്തിനാണെങ്കിലും തോട്ടത്തിൽ രവീന്ദ്രനാണെങ്കിലും ആർക്ക് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.